ഹായ്, എൻ്റെ വീടിൻ്റെ ടെറസാട്ടോ. കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സും പച്ചക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ എൻ്റെ ടെറസിലെ കുറച്ച് കൃഷി കാഴ്ചകൾ നമുക്ക് നോക്കിയാലോ. ഇത് സാലഡ് കുക്കുംബർ ആട്ടോ. നിറയെ കായ പിടിച്ച് നിൽപ്പുണ്ട്, ചെറുതും വലുതായിട്ട്. ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 3-4 കായ ഞാൻ വിളവെടുത്തു. അപ്പോൾ അതേ നിറച്ച് കായായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. വേനലാണ്, നല്ല ചൂടിൻ്റെ കാഠിന്യം ഉണ്ടെങ്കിലും അത്യാവശ്യം കായ പിടിക്കുന്നുണ്ട് കേട്ടോ. നോക്കി വന്നപ്പോൾ നല്ലൊരു കുക്കുംബർ പാകമായിട്ട് നിൽപ്പുണ്ട്. അത് ഇനി നിർത്തിയല്ല, അതിൻ്റെ വിളവ് കഴിയൂട്ടോ. അപ്പം ഞാൻ ഇതിങ്ങ് എടുത്തിട്ടുണ്ട്. കണ്ടോ എൻ്റെ വലിപ്പം കണ്ടോ? നിറച്ച് കുക്കുംബേഴ്സ് ഇതേ കായ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ കൃഷി ചെയ്തതാണ് വാട്ടർമെലൺ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഇതിങ്ങനെ ഗ്രോ ബാഗിലാണ് ഞാൻ നട്ടേക്കുന്നത്. ഇതിങ്ങനെ കായ പിടിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഒരാഗ്രഹത്തിന് ചെയ്തു നോക്കിയതാ. പക്ഷേ ഇതേ കായായിട്ട് നിൽപ്പുണ്ട്. വേറെയും 3-4 കുഞ്ഞു കായകൾ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ? അങ്ങനെ എൻ്റെ ടെറസിലും ഇതേ വാട്ടർമെലൺ ഉണ്ടായി. വേണ്ടോ? ഇത് പയറൊക്കെ ഏകദേശം വിളവ് കഴിഞ്ഞു കേട്ടോ. ഇതേ നല്ല ലെങ്തി ആയിട്ടുള്ള പയറാണ്. ഒരു 3-4 ഒക്കെ മതിയാവും നമുക്ക് ഒരു ദിവസത്തേക്ക് തോരൻ വെക്കാനായിട്ട്. ഇത് കണ്ടോ, ഏപ്രിൽ മാസത്തിലും എൻ്റെ കോളിഫ്ലവർ. ഇത് അവസാനത്തെ കോളിഫ്ലവർ ആട്ടോ. ഇത് കായ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതാ കായ പിടിച്ച് നിൽപ്പുണ്ട്. അടുത്ത് ഞാൻ റീപ്ലാന്റ് ചെയ്ത എൻ്റെ വെണ്ടയാണ്. ഈ പൂ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല കരുത്തോടു കൂടി വെണ്ട പ്ലാന്റ് വളരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെൻ്റെ മാലാഖ കുട്ടികളാണ്. കണ്ടോ, നല്ല വെളുത്ത് തൊടുത്ത കുഞ്ഞു മാലാഖ കുട്ടികൾ നിറയെ കായ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. പച്ചച്ചീരയാണ്. ഇത് ഞാൻ വലിയൊരു ഡ്രമ്മിൽ പേരയുടെ കൂടെ നട്ടയ്ക്കുക കേട്ടോ. ഇത് നമുക്ക് ആവശ്യമനുസരിച്ച് ഞാൻ അതേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അത് തളർത്ത് വന്നുകൊണ്ടേയിരിക്കും. കുറച്ച് നമുക്ക് വീട്ടാവശ്യത്തിന് ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇതെൻ്റെ സാമ്പാർ മുളകാണ്. ഇതിലും നിറയെ കായ പിടിച്ച് നിൽപ്പുണ്ട്. ഇതെൻ്റെ പച്ചമുളകുകളാണ്. കണ്ടോ, സിറ എന്ന് പറയുന്ന വെറൈറ്റി ആട്ടോ. നിറച്ച് കായായിട്ട് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ വീതി കൂടിയ അവരയാട്ടോ. ബ്രോഡ് ബീൻസ് ആണ്. ഇത് ഏകദേശം 5 മാസത്തോളമായി. ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ ശ്രദ്ധിച്ചാലറിയാം, ഞാൻ ശീതകാലത്ത് ഞാൻ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പോഴും കായ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതാ എൻ്റെ ടൊമാറ്റോസ് കായ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് സഹോ എന്ന് പറയുന്ന വെറൈറ്റി ആട്ടോ. ചൂടുകാലത്തും നന്നായിട്ട് നമുക്ക് കായഫലം തരുന്ന വെറൈറ്റിയാണ്. ഒത്തിരി കായുണ്ട്. അത് ഇതിനിടയിലൊക്കെ ഒളിച്ചിരിക്കുകയാണ്. കണ്ടോ, ഇത് ഉണ്ടക്കത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതും ഇന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി ഞാനിതങ്ങ് പറിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ടെറസിലെ പച്ചക്കറി കൃഷിയൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പടവലമൊക്കെ കായ പിടിച്ച് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. പൂ പിടിക്കുന്നേ ഉള്ളൂ. വേനലിലും എല്ലാവരും നന്നായിട്ട് എനിക്ക് വിളവ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടെങ്കിലും എല്ലാവരും പച്ചക്കറി കൃഷി ചെയ്യുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.